ഹായ് മക്കളെ, അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഇനോർഗാനിക് സാൾട്ട് അനാലിസിസിലെ കാറ്റോൺ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആൾറെഡി ആനയോൺ അനാലിസിസിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സോ ഇന്ന് നമ്മൾ കാറ്റോൺ അനാലിസിസ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കാറ്റോൺ അനാലിസിസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്? അപ്പോൾ നമുക്കറിയാം, കാറ്റോൺ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ആദ്യം നമ്മൾ പ്രിലിമിനറി ടെസ്റ്റുകളാണ് നടത്തുക, അല്ലെ? ആ പ്രിലിമിനറി ടെസ്റ്റുകൾ 3 തരം പ്രിലിമിനറി ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഏത് കാറ്റയോൺ ആണ് നിങ്ങളുടെ സോൾട്ടിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതിലൊന്ന് ഫ്ലെയിം ടെസ്റ്റ് ആണ്, ദെൻ ബോറാക്സ് ബീറ്റ് ടെസ്റ്റ് ആണ്, മൂന്നാമത്തേത് കൊബാൾട്ട് നൈട്രേറ്റ് ടെസ്റ്റ് ആണ്. ഫ്ലെയിം ടെസ്റ്റിൽ 3 ഫ്ലെയിം കളറുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. ആപ്പിൾ ഗ്രീൻ ഫോർ ബേരിയം 2+, ബ്രിക്ക് റെഡ് ഫോർ കാൽഷ്യം 2+, ക്രിംസൺ റെഡ് ഫോർ സ്ട്രോൺഷ്യം 2+. ബോറാക്സ് ബീറ്റ് ടെസ്റ്റിലാണെങ്കിൽ 4 കളറുകളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഞാനിവിടെ ഓക്സിഡൈസിങ് ഫ്ലെയിമിലെ, അതായത് നോൺ ലൂമിനസ് ഫ്ലെയിമിലെ കളറുകൾ മാത്രമാണ് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ബ്ലൂ ടു ഗ്രീൻ, ആ ഒരു കളർ ചേഞ്ച് ആണ് കോൾഡിലും ഹോട്ടിലും ആയിട്ടുള്ളതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കോപ്പർ 2+ അയോൺ. റെഡിഷ് ബ്രൗൺ ടു വയലറ്റ് ആണ് ഉണ്ടാവുന്നെങ്കിൽ നിക്കൽ 2+ന്റെ പ്രസൻസ് ആണ്. ലൈറ്റ് വയലറ്റ് ആണെങ്കിൽ മാംഗനീസ് 2+ന്റെ പ്രസൻസ് ആണ്. യെല്ലോ ടു യെല്ലോ ബ്രൗൺ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഫെറിക് അയോണിന്റെ Fe3+ന്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ പ്രിലിമിനറി കൊബാൾട്ട് നൈട്രേറ്റ് ടെസ്റ്റ് ആണ്. കൊബാൾട്ട് നൈട്രേറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ 3 കളറുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഗ്രീൻ ഫോർ സിങ്ക് 2+, പിങ്ക് ഫോർ മെഗ്നീഷ്യം 2+, ബ്ലൂ ഫോർ അലൂമിനിയം 3+. അപ്പൊ ഈ 3 ടെസ്റ്റുകളിൽ നിന്ന് കാറ്റയോൺ ഏതാണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒരു ചെറിയ ഹിന്റ്, ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് അനാലിസിസിലൂടെ നിങ്ങളുടെ കാറ്റയോണിനെ ഐഡന്റിഫൈ ചെയ്യണം. ഗ്രൂപ്പ് അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് ഓരോ ഗ്രൂപ്പിലുമുള്ള കാറ്റയോണുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഗ്രൂപ്പ് 0യിൽ അമോണിയമാണ്, ഗ്രൂപ്പ് 1ൽ Pb2+ ആണ്, ഗ്രൂപ്പ് 2വിൽ Pb2+ഉം കോപ്പർ 2+ഉം ഉണ്ട്, ഗ്രൂപ്പ് 3യിൽ അലൂമിനിയം 3+ഉം Fe3+ഉം ആണ്, ഗ്രൂപ്പ് 4ൽ നിക്കൽ 2+ഉം സിങ്ക് 2+ഉം അതിന് പുറമെ കൊബാൾട്ട് 2+ഉം മാംഗനീസ് 2+ഉം കൂടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഗ്രൂപ്പ് 5ൽ ബേരിയം 2+, സ്ട്രോൺഷ്യം 2+, കാൽഷ്യം 2+, ആൻഡ് ഗ്രൂപ്പ് 6ൽ നമ്മുടെ സ്വന്തം മെഗ്നീഷ്യം. ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പ് റിയേജൻസ് ഉണ്ട്. ഗ്രൂപ്പ് 0ക്കും ഗ്രൂപ്പ് 6നും നമ്മളിങ്ങനെ ഗ്രൂപ്പ് റിയേജന്റ് പറയാറില്ല. ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്കെല്ലാം ഗ്രൂപ്പ് റിയേജൻസ് ഉണ്ട്. ഗ്രൂപ്പ് 1ന് ഡൈലൂട്ട് HCl ആണ്, ഗ്രൂപ്പ് 2ന് HCl plus H2S ആണ്, ഗ്രൂപ്പ് 3ക്ക് NH4Cl plus NH4OH ആണ്, ഗ്രൂപ്പ് 4ന് NH4OH plus H2S ആണ്, ഗ്രൂപ്പ് 5ന് NH4OH plus NH4 twice CO3 അമോണിയം കാർബണേറ്റ് ആണ്. ഇനി നമ്മൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോവാണ്. സാൾട്ട് സൊല്യൂഷനിലേക്ക് ഗ്രൂപ്പ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ലെഡ് ക്ലോറൈഡ് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1. സാൾട്ട് സൊല്യൂഷനിലേക്ക് ഡൈലൂട്ട് HClഉം H2Sഉം ആഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ഗ്രൂപ്പ് 2വിന്റെ ഇൻഡിക്കേഷൻ ആണ്. അത് ലെഡ് സൾഫൈഡും ആകാം, കോപ്പർ സൾഫൈഡും ആകാം. സാൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്, ഫെറിക് അയോണിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതല്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്, അലൂമിനിയം Al3+ന്റെ ഇൻഡിക്കേഷൻ ആണ്. സാൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡും H2Sഉം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഗ്രീനിഷ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാം, അത് സിങ്ക് സൾഫൈഡ് ആണ്, അത് സൂചിപ്പിക്കുന്നത് സിങ്ക് 2+ അയോണിന്റെ പ്രസൻസ് ആണ് ഗ്രൂപ്പ് 4ൽ. അതല്ല ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നിക്കൽ സൾഫൈഡ് ആണ്, നിക്കൽ 2+ന്റെ പ്രസൻസ് ആണ് സൂചിപ്പിക്കുന്നത്. സാൾട്ട് സൊല്യൂഷനിലേക്ക് ഗ്രൂപ്പ് 5ന്റെ ഗ്രൂപ്പ് റിയേജന്റുകൾ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ബേരിയം കാർബണേറ്റ് ആകാം, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആകാം, അല്ലെങ്കിൽ സ്ട്രോൺഷ്യം കാർബണേറ്റ് ആകാം. സോ ബേരിയം, സ്ട്രോൺഷ്യം, കാൽഷ്യം 3 ഗ്രൂപ്പ് 5 കാറ്റയോൺസിന്റെ പ്രസൻസ് ആണ്. ആൻഡ് സാൾട്ട് സൊല്യൂഷനിലേക്ക് NaOH ആഡ് ചെയ്യുമ്പോൾ നല്ല പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് അമോണിയാണ്. നിങ്ങളുടെ കാറ്റയോൺ അമോണിയം ഗ്രൂപ്പ് 0 കാറ്റയോൺ ആണ്. അപ്പൊ കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ നടത്തി. ഇതിൽ ഏത് ഐഡന്റിഫിക്കേഷനിലാണോ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് അതിന്റെ കൺഫർമേറ്ററിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇനി നമ്മൾ പോകുന്നത് ഈ കാറ്റയോണുകളുടെ കൺഫർമേറ്ററിയിലേക്കാണ്. അപ്പൊ ഗ്രൂപ്പ് 0 കാറ്റയോണിന്റെ കൺഫർമേറ്ററി, സാൾട്ട് സൊല്യൂഷനിലേക്ക് NaOH ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് കിട്ടി, അതാണ് ഐഡന്റിഫിക്കേഷൻ. അത് വെച്ചാണ് കൺഫർമേറ്ററി. അതിലേക്ക് നമ്മൾ HClൽ മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് വന്നാൽ ഗ്രൂപ്പ് 1 ഇസ് കൺഫേംഡ്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നെസ്ലേഴ്സ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ഗ്രൂപ്പ് 1 ഇസ് അഗെയിൻ കൺഫേംഡ്. ഒരു കാര്യം ഓർത്തു വെക്കുക, നെസ്ലേഴ്സ് റിയേജന്റിന്റെ ഫോർമുല ചോദ്യപേപ്പറിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ K2HgI4 എന്നുള്ള ഫോർമുല നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ കൺഫർമേറ്ററിയാണ്. അപ്പൊ സാൾട്ട് സൊല്യൂഷനിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്യാണ് നമ്മൾ നോർമലി ചെയ്യാം. അതിലേക്ക് 2 കൺഫർമേറ്ററി ഉണ്ട്.
പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ Pb2+ കൺഫേംഡ് ആണ്, ഗ്രൂപ്പ് 1 കൺഫേംഡ് ആണ്. ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ലെഡ് ക്രോമേറ്റ് ആണ്, ഓർത്ത് വെക്കണം. അതല്ല രണ്ടാമത്തെ കൺഫേമേറ്ററി, അതേ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ഒഴിക്കുമ്പോൾ എഗെയിൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ലെഡ് ക്രോമേറ്റ് അല്ല, ലെഡ് അയഡൈഡ് ആണ്. പക്ഷെ ലെഡ് ഈസ് അഗെയിൻ കൺഫേംഡ്. അപ്പൊ ഗ്രൂപ്പ് 1 കൺഫേംഡ് ആയി. ഗ്രൂപ്പ് 2 നമുക്കറിയാം, രണ്ട് ഗ്രൂപ്പുകളിൽ വരുന്ന ഒരേ ഒരു കാറ്റോൺ ലെഡാ. കാരണം ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ലെഡ് ക്ലോറൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ലെഡ് ക്ലോറൈഡ് വെള്ളത്തിൽ പാർഷ്യലി സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 2 ടെസ്റ്റ് ചെയ്യുമ്പോഴും ലെഡിന്റെ പ്രസൻസ് കാണിക്കും. അങ്ങനെയാണ് ലെഡ് രണ്ട് ഗ്രൂപ്പിലുമായിട്ട് വന്നത്. സോ ഗ്രൂപ്പ് 2 സാൾട്ട് സൊല്യൂഷനും ഡൈലൂട്ട് HCl H2S ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ഫെറോസയനൈഡും ഒഴിക്കുമ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അത് കോപ്പർ 2+ന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ആൻഡ് ആ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റിന്റെ കോംപ്ലക്സ് ഏതാന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കൺഫർമേറ്ററി, അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ that also indicates the presence of copper 2+ and CuNH3 4 times 2+ എന്ന കോംപ്ലക്സ് ആണ്. അപ്പൊ ഗ്രൂപ്പ് 2 ഞാൻ ലെഡ് പറയാത്തത് ആൾറെഡി ഗ്രൂപ്പ് 1 നമ്മളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് 3 വരുമ്പോൾ സാൾട്ട് സൊല്യൂഷൻ പ്ലസ് അതിന് ഗ്രൂപ്പ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഒന്നെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കിട്ടും. അപ്പൊ വൈറ്റ് ആണ് കിട്ടിയെങ്കിൽ that indicates the presence of aluminum 3+. അത് കൺഫേം ആക്കാൻ അതിലേക്ക് എക്സസ് NaOH ഒഴിക്കുക. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുന്നുണ്ടോ, അലൂമിനിയം ഇസ് കൺഫേംഡ്. അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ഒഴിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ചെയ്ത പ്രസിപ്പിറ്റേറ്റ് വീണ്ടും അപ്പിയർ ചെയ്യുന്നുണ്ടോ, അലൂമിനിയം ഇസ് അഗെയിൻ കൺഫേംഡ്. അല്ല, നിങ്ങൾക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയതെങ്കിൽ അതിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്യുക. ആ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം ഫെറോസയനൈഡ് ഒഴിക്കുമ്പോൾ പ്രഷ്യൻ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ Fe3+ ഇസ് കൺഫേംഡ്. പ്രഷ്യൻ ബ്ലൂവിന്റെ കോംപ്ലക്സ് ഏതാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അറിയാലോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഒരു കൺഫർമേറ്ററി കൂടിയുണ്ട്. ആ സൊല്യൂഷനിലേക്ക് KCNS സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ബ്ലഡ് റെഡ് കളർ കിട്ടിയാൽ അതും Fe3+ന്റെ കൺഫർമേറ്ററി ആണ്. ഇതാണ് കോംപ്ലക്സ്. ഇത് രണ്ടും നമ്മൾ ഓർഗാനിക്കിൽ പഠിക്കുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ. ഗ്രൂപ്പ് 4, അപ്പൊ സാൾട്ട് സൊല്യൂഷനിലേക്ക് ഗ്രൂപ്പ് റിയേജന്റുകൾ ആഡ് ചെയ്യുന്നു. രണ്ട് പോസിബിലിറ്റി ആണ്, ഒന്നെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാം, അല്ലെങ്കിൽ ബ്ലാക്ക് കിട്ടാം. വൈറ്റ് ആണെങ്കിൽ സിങ്ക് ആണ്, അതിലേക്ക് NaOH ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്താൽ സിങ്ക് ഇസ് കൺഫേംഡ്. ബ്ലാക്ക് ആണെങ്കിൽ നിക്കൽ ആണ്, അതിലേക്ക് അക്വാ റീജിയ ഒഴിച്ച് അതിനെ രണ്ടാക്കി മാറ്റി അതിലൊരു പാർട്ടിലേക്ക് NH4 ഒഴിക്കുമ്പോൾ പിങ്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും രണ്ടാമത്തെ പാർട്ടിലേക്ക് ഡൈമെഥൈൽ ഗ്ലയോക്സിം ആഡ് ചെയ്യുമ്പോൾ പിങ്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും നിക്കൽ 2+ ഇസ് കൺഫേംഡ്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് 5 സാൾട്ട് സൊല്യൂഷനും ഗ്രൂപ്പ് റിയേജന്റും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക അല്ലെ. ഓക്കെ, അതിലേക്ക് അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് പൊട്ടാസ്യം ക്രോമേറ്റ് ഒഴിക്കുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ബേരിയം ഇസ് കൺഫേംഡ്. അമോണിയം സൾഫേറ്റ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ സ്ട്രോൺഷ്യം ഇസ് കൺഫേംഡ്. ആൻഡ് അമോണിയം ഓക്സലേറ്റ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ കാൽഷ്യം ഇസ് കൺഫേംഡ്. മൂന്നിന്റെയും കോംപ്ലക്സുകളുടെ ഫോർമുല ഓർമ്മ വേണം. ആൻഡ് ഫൈനലി ഇതൊന്നും അല്ലെങ്കിൽ ഗ്രൂപ്പ് 6 ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഗ്രൂപ്പ് 6 അതായത് ഗ്രൂപ്പ് 5ന്റെ ഫിൽട്രേറ്റിലേക്ക്, കാരണം അത്രയും നേരം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല, ആ ഫിൽട്രേറ്റിലേക്ക് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഗ്രൂപ്പ് 6 മെഗ്നീഷ്യം 2+ ഇസ് കൺഫേംഡ്. ആൻഡ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് MgNH4PO4 അതായത് മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഇത്രയാണ് കാറ്റയോൺ അനാലിസിസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, റിയേജന്റുകൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വേണം. 2, അവിടുത്തെ ഒരു വിസിബിൾ ഒബ്സർവേഷൻ അതെന്താണെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, ഭൂരിഭാഗം കേസുകളും പ്രസിപ്പിറ്റേറ്റുകളാണ്, അതിന്റെ കളർ നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ പ്രസിപ്പിറ്റേറ്റിന്റെ കാരണക്കാരനായ കോമ്പൗണ്ട് ആരാ എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. സോ ഇത്രയുമാണ് നമുക്ക് കാറ്റയോൺ അനാലിസിസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആനിയോൺ അനാലിസിസ് ആൾറെഡി നമ്മൾ പഠിച്ചു, ഇന്നിപ്പോൾ നമ്മൾ കാറ്റയോൺ അനാലിസിസും പഠിച്ചു. ഇനോർഗാനിക് സാൾട്ട് അനാലിസിസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ ഈ പാർട്ട് സെറ്റാണ്.